ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ അമിത്ഷായും ജെ.പി. നദ്ദയും ബി.ജെ.പി. കേന്ദ്ര ഓഫീസിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അല്പസമയത്തിനകം ബി.ജെ.പി. ആസ്ഥാനത്ത് എത്തും. പ്രധാനമന്ത്രി ബി.ജെ.പി. പ്രവർത്തകരോട് സംസാരിക്കും. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ശരത് ലാൽ ചേരുന്നു. ശരത്, 27 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ദ്രപ്രസ്ഥം പിടിച്ചെടുത്തിരിക്കുകയാണ് ബി.ജെ.പി. ഒരു ചരിത്ര വിജയം തന്നെയാണ് ബി.ജെ.പി. നേടിയിരിക്കുന്നത്. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വിജയത്തിന് ശേഷം ബി.ജെ.പി. ഓഫീസിലേക്ക് എത്തുന്ന പതിവുണ്ട് നരേന്ദ്രമോദിക്ക്. ഇത്തവണ എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ അവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്? എന്തൊക്കെ കാര്യങ്ങൾ പ്രധാനമന്ത്രി അവിടെ പറയും എന്നാണ് കരുതുന്നത്? എപ്പോഴായിരിക്കും പ്രധാനമന്ത്രി എത്തിച്ചേരുക? ലക്ഷ്മി പത്മ, ഗുഡ് ഈവനിങ്. കാരണം രാവിലെ മുതൽ ഉള്ള തെരഞ്ഞെടുപ്പ് വിശകലനത്തിൽ ഒടുവിലാണ് സ്വാഭാവികമായിട്ടും ഇപ്പോൾ ബി.ജെ.പി. അതിൻ്റെ ഏറ്റവും വലിയ ഒരു നേട്ടമായിട്ട് പ്രതീകാത്മകമായിട്ട് കാണുന്നതാണ് ഇന്ന് ബി.ജെ.പി. ഓഫീസിലുള്ള കേന്ദ്ര ഓഫീസിലുള്ള ഈ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യൽ. കാരണം 27 വർഷമായി പുറത്തു നിൽക്കുന്ന ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം, അത് നരേന്ദ്രമോദിയെ വ്യക്തിപരമായി സംബന്ധിച്ചിടത്തോളം, നരേന്ദ്രമോദിക്കെതിരെ വ്യക്തിപരമായി അദ്ദേഹത്തിൻ്റെ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാരണാസിയിൽ മത്സരിച്ചത് വ്യക്തിപരമായി പോലും ഏറ്റവും കൂടുതൽ കെജ്രിവാളാണ് അദ്ദേഹത്തെ വിമർശിച്ചത്. അതുകൊണ്ട് തന്നെ കെജ്രിവാളിൻ്റെ ഒരു പതനം, അതായത് കെജ്രിവാൾ തോൽപ്പിക്കപ്പെട്ടത് ഇതിൻ്റെ ഒരു ആഘോഷം നരേന്ദ്രമോദി തന്നെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുമ്പോൾ അത് കാണും എന്ന് നമുക്ക് പറയേണ്ടി വരും. ലക്ഷ്മി, ഏതായാലും നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ചിട്ട് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം 27 വർഷത്തിന് ശേഷം, അത് നരേന്ദ്രമോദി തന്നെ തൻ്റെ തെരഞ്ഞെടുപ്പ് പ്രസംഗത്തിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, 25 വർഷമായി ഞങ്ങളെ അധികാരത്തിന് പുറത്താണ്, ഒരു തവണ ഞങ്ങൾക്ക് അവസരം തരൂ. ഇപ്പോൾ ഈ അവസരമാണ് ബി.ജെ.പിക്ക് ഡൽഹിയിലെ ജനത നൽകിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരമൊരു ഉത്തരവാദിത്തമാണ് നരേന്ദ്രമോദിയുടെ അല്ലെങ്കിൽ ബി.ജെ.പിയുടെ ചുമലിലുള്ളത്. എന്തായിരിക്കും ബി.ജെ.പിയുടെ റോഡ് മാപ്പ് അടുത്ത 5 വർഷത്തേക്ക്? എന്തായിരിക്കും ബി.ജെ.പി. ഡൽഹിയിൽ ചെയ്യാൻ പോകുന്നത്? ഈ പ്രഖ്യാപനമായിരിക്കും പ്രധാനമന്ത്രി ഉണ്ടാവുക എന്ന ഒരു വിലയിരുത്തലാണ് സ്വാഭാവികമായിട്ടും ഡൽഹിയിലെ ജനങ്ങൾ. അത് കാത്തിരിക്കാനാണ് ഡൽഹിയിലെ ജനങ്ങൾ ഇപ്പോൾ കാത്തിരിക്കുന്നത്. വളരെ വലിയ ആവേശത്തിലാണ് ഡൽഹിയിലെ കേന്ദ്ര ബി.ജെ.പി. ഓഫീസ്. കാരണം ജെ.പി. നദ്ദയുടെ ബി.ജെ.പി. അധ്യക്ഷൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ തെരഞ്ഞെടുപ്പാണിത്. ഇനി മുതൽ അദ്ദേഹം ബി.ജെ.പി. അധ്യക്ഷനായില്ല, അദ്ദേഹം കേന്ദ്രമന്ത്രി മാത്രമായിരിക്കും. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയേറ്റ വിജയമുണ്ടെങ്കിലും തിരിച്ചടിയേറ്റ ശേഷം 3 സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ, ഹരിയാനയും അതേപോലെ മഹാരാഷ്ട്ര, അത് കഴിഞ്ഞപ്പോൾ ഡൽഹിയും വിജയിച്ചതിൻ്റെ ആശ്വാസത്തിൽ അല്ലെ അഹങ്കാരത്തിൽ അദ്ദേഹത്തിന് ബി.ജെ.പി. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങാം. അതേപോലെ തന്നെ ഉത്തർപ്രദേശിൽ മിൽക്കിപ്പൂരിൽ വളരെ സമാജ്വാദി പാർട്ടിക്കെതിരെ ശക്തമായ ഒരു വിജയമാണ് യു.പിയിലെ ബൈപ്പോളിൽ, അതായത് ഉപതെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ കുംഭമേളയിലെ മരണവും ഇത് തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും ബി.ജെ.പി. അവിടെ നല്ല രീതിയിൽ നല്ല വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു എന്നതാണ്. ചന്ദ്രകാന്ത് യാദവ് ബി.ജെ.പി. സ്ഥാനാർത്ഥി വിജയിച്ചു എന്നതാണ് ഇപ്പോൾ വരുന്ന യു.പിയിൽ നിന്നുള്ള വിവരം. ഏതായാലും ഈ ഉപതെരഞ്ഞെടുപ്പുകളും നിയമസഭാ തെരഞ്ഞെടുപ്പും വിജയം ഒരു ഇരട്ടി മധുരം തന്നെയാണ് പാർട്ടിക്ക് നൽകുന്നത്. അത് എങ്ങനെയാണ് പ്രധാനമന്ത്രി ഇതിനോട് പ്രതികരിക്കുക എന്നാണ് ലക്ഷ്മി നമുക്കറിയേണ്ടത്. ഏതായാലും ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രി തന്നെ നേരിട്ട് തങ്ങൾക്കൊരു അവസരം തരൂ എന്ന് ഡൽഹിയിലെ വോട്ടർമാരോട് തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ അവസരം ലഭിച്ചിരിക്കുകയാണ്. ഇതിനോട് പ്രധാനമന്ത്രിയുടെ പ്രതികരണം എന്തായിരിക്കും എന്നാണ് നമുക്കറിയേണ്ടത്. അതുപോലെ ബി.ജെ.പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നറിയേണ്ട. ഇപ്പോൾ രാജസ്ഥാനിലായാലും ശരി, ഹരിയാനയിലായാലും ശരി, മധ്യപ്രദേശിലായാലും ശരി, അല്ലെങ്കിൽ ഒറീസയിലായാലും പോലും ശരി, പറഞ്ഞു കേട്ട പേരുകളൊന്നുമായിരുന്നില്ല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ വന്നത്. ഒരു അപ്രതീക്ഷ മുഖ്യമന്ത്രി ആയിരുന്നു ഒറീസയിലുണ്ടായത്, മധ്യപ്രദേശിലുണ്ടായത്, രാജസ്ഥാനിലുണ്ടായത് നമുക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഡൽഹിയിലെ മുഖ്യമന്ത്രി ആരായിരിക്കും എന്ന കാര്യത്തിൽ അവർ പ്രഖ്യാപനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ബി.ജെ.പി. അത് വളരെ വ്യക്തമായി ബി.ജെ.പി. ജനറൽ സെക്രട്ടറി വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. 10 ദിവസത്തെ സമയമുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ പ്രഖ്യാപിക്കും. ഇത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം. അതുകൊണ്ട് തന്നെ സാബിത് സിംഗ് വർമ്മയുടെ ജാട്ട് നേതാവായ സാബിത് സിംഗ് വർമ്മയുടെ മകൻ പർവേഷ് വർമ്മക്ക് ലഭിക്കുമോ മുഖ്യമന്ത്രി സ്ഥാനം എന്നാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. കാരണം അദ്ദേഹം ഒരു ജയൻ കില്ലറാണ്, കെജ്രിവാളിനെ തോൽപ്പിച്ച വ്യക്തിയാണ്. അതുമാത്രമല്ല ജാട്ട് വിഭാഗത്തിൽ നിന്നുള്ള ഏക പ്രതിനിധിയാണ്. ജാട്ടിന് വളരെ ഹരിയാനയിലാണെങ്കിലും ജാട്ട് വിഭാഗത്തിലെ സംബന്ധിച്ചിടത്തോളം ജാട്ട് വിഭാഗത്തിൻ്റെ പ്രാതിനിധ്യം ബി.ജെ.പിക്കില്ല. ജാട്ട് വിഭാഗം കോൺഗ്രസിനെ പിന്തുണക്കുകയാണ്. ഇതൊക്കെ രാഷ്ട്രീയപരമായ പല കാര്യങ്ങൾ കൊണ്ട് തന്നെ സാബിത് സിംഗ് വർമ്മയുടെ മകന് ഒരു ചാൻസ് അവസരം ലഭിക്കുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. പക്ഷേ ബി.ജെ.പിയാണ്
BJP-യിൽ എപ്പോഴും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കഴിഞ്ഞ ഒരു വ്യാഴവട്ടത്തിനിടയ്ക്ക് മാത്രമല്ല ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പലരും അപ്രതീക്ഷിതമായി വന്നതാണ്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി, ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി, അതേപോലെ തന്നെ നമുക്കറിയാം ഒറീസ മുഖ്യമന്ത്രി, അതേപോലെ തന്നെ മധ്യപ്രദേശ് മുഖ്യമന്ത്രി, ഇതൊക്കെ അപ്രതീക്ഷിത സ്ഥാനാർത്ഥികളായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും പറയാൻ കഴിയില്ല ആരായിരിക്കും ഡൽഹിയിലെ മുഖ്യമന്ത്രി. BJP തീരുമാനിക്കും, മോദിയും അമിത്ഷായും തീരുമാനിക്കും എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ കഴിയുള്ളൂ. ലക്ഷ്മി, പത്മ. തീർച്ചയായും ആർക്കാണ് അവിടെ നറുക്ക് വീഴുക എന്ന് കാത്തിരുന്ന് തന്നെ കാണണം. ഏതായാലും എപ്പോഴായിരിക്കും ആ പ്രഖ്യാപനം എത്തുക എന്നുള്ളതാണ് അറിയേണ്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം തന്നെ BJP ആസ്ഥാനത്ത് എത്തും. അവിടെ പ്രധാനമന്ത്രി എന്ത് സംസാരിക്കും എന്നുള്ളതും എല്ലാവരും രാജ്യം മുഴുവൻ ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ്. ഡൽഹിയിൽ നിന്ന് ശരത് ലാലാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.